എൻ്റെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഞാനൊരു ദോശ ഉണ്ടാക്കിയിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. വാ. ആദ്യം നമുക്ക് വേണ്ടത് ഈ ടൈപ്പുള്ള പരിപ്പ്. പിന്നെ വേണ്ടത് ഓട്സ് ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഓട്സ് ആയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം. ഒരുപാടൊന്നും വേണ്ട, പരിപ്പിൻ്റെ അത്ര അളവിലാണ് ഞാൻ ഓട്സ് എടുക്കുന്നത്. ഇതിനകത്തോട്ട് പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ട് ഇടണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം മുളക്. ഇത്ര സാധനം കൂടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കണം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. Gentle sigh, a lullaby sung to the open sky. അരച്ചെടുത്ത് കഴിയുമ്പം ഇങ്ങനെ ചെറിയ തിക്കായിട്ടാണ് കിട്ടുന്നത്. എനിക്കിങ്ങനെ നല്ല കളർ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ബീട്രൂട്ട് ഇട്ടത്. ഇനി നമുക്ക് ദോശക്കല്ല് നല്ലപോലെ ചൂടായിട്ട് ദോശ ചുട്ടെടുക്കാം. Teach me the language of rustling leaves, stories that linger on the breath of the breeze. രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. എനിക്ക് ദോശ എപ്പോഴും നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടം. ഈ ദോശയും അങ്ങനെ തന്നെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാനിന്ന് ദോശയ്ക്ക് തേങ്ങാ ചട്നിയാണ് എടുത്തത്. ഈ ദോശ നല്ല തേങ്ങാ ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ ദോശ ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.